രാവിലെ ലാൽ ചോക്കിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ഒരു 200 കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡാണ്. ഇവിടുന്ന് ടങ്മർഗ് എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്ന് പിന്നെ ഗുൽമർഗിലേക്ക് പോകണം. തിരിച്ച് അതുപോലെ തന്നെ വരണം. ഇവിടുന്ന് ഏത് സമയത്ത് വണ്ടിയുണ്ട്. തവേരയാണ് ഇവിടെ നിന്നുള്ള വണ്ടി. 100 കൊടുത്ത് അവിടെ വരെ എത്താം. ടങ്മർഗ് വരെ. അവിടെ നിന്ന് പിന്നെ ഗുൽമർഗിലേക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ പയ്യെ സ്നോ ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്നോ കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അവർ ചെന്ന് നോക്കുക. ഒരു 2 മണിക്കൂറിനോടെ എത്തേണ്ടതാണ്. 10 മണിക്ക് 10:30 എത്തേണ്ടതാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാനുള്ള പരിപാടി. ഇന്ന് തന്നെ എനിക്ക് തിരിച്ച് ജമ്മുവിലേക്ക് പോകണം. സോ ഇവിടെ നിന്ന് ടങ്മാറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ടങ്മാറിലേക്ക് ഇവിടെ നിന്ന് ഒരു 100 രൂപയുണ്ട്. പിന്നെ ടങ്മാർഗിൽ നിന്ന് ഗുൽമർഗിലേക്ക് 50 രൂപയുള്ളൂ. മൊത്തം 150 രൂപയ്ക്ക് നമുക്ക് സ്ഥലത്തെത്താം. അതുപോലെ തിരിച്ചും വരാം. അപ്പോൾ മൊത്തം 300 രൂപയ്ക്ക് പോയിട്ട് തിരിച്ച് വരാൻ നടത്താം. ഇവിടെ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും പല റേറ്റാണ് പറഞ്ഞത്. ശരിക്കും റിയലി പോകുമ്പോൾ ഇത്രയ്ക്ക് ആവുള്ളൂ. ഞാനൊക്കെ പോകുന്ന പോലെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ വണ്ടിയൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ കാശ് കൂടും. 2000-2500 രൂപയൊക്കെ വാങ്ങിക്കുന്നു പറയുന്നു. ഇത് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിൽ ബിൽഡിങ്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ ഒരു ഗേബിൾ റൂഫാണ് മിക്കതും. കാരണം ഇവിടെ മഞ്ഞ് വീഴുന്ന കാരണം തന്നെ ഗേബിൾ റൂഫ് അവർ വയ്ക്കുകയുള്ളൂ. ടെറസ് അധികം വെച്ച് കാണുന്നില്ല. കാരണം മഞ്ഞ് വീണ് കിടക്കുമല്ലോ. അപ്പോൾ ഗേബിൾ റൂഫ് അതുകൊണ്ടായിരിക്കും വെക്കണം മിക്കവാറും. പിന്നെ നമ്മുടെ നാട്ടിലായാലും ഗേബിൾ റൂഫ് അതായത് മേൽക്കൂര ഇങ്ങനെ ഇൻവെർട്ടഡ് വി പോലെ ഇരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ മഴ വീഴാൻ കാരണം കൂടിയാണ് പെട്ടെന്ന് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വയ്ക്കുന്നത്. ദൂരെ നമുക്ക് ഐസ് മലയൊക്കെ കാണാം. ശരിക്കും കാശ്മീർ എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് വരേണ്ടത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാശ്മീരിലല്ലേ ഉള്ളൂ. ഇന്ത്യയിലിപ്പോൾ വേറെ എവിടെയും മഞ്ഞ് വീണ ഇങ്ങനെ സ്ഥലങ്ങൾ അധികമില്ല. ഹിമാചൽ പ്രദേശിലുണ്ട്. പക്ഷേ എന്തായാലും കാശ്മീരാണ് അതിൻ്റെ ഭംഗിയിൽ ശരിക്കും കാണാൻ പറ്റിയത്. വഴിയൊക്കെ നല്ല സൂപ്പർ വഴിയാണ്. ഇത് അങ്ങോട്ട് ഗുൽമർഗിലേക്കുള്ള കവാടമാണ് ഈ കാണുന്നത്. ടങ്മർഗിന് മുമ്പുള്ള സ്ഥലമാണ്. ടങ്മർഗ് എത്തിക്കഴിഞ്ഞാൽ അവിടെയും കാണാതൊക്കെ ഈ ദൂരെ കാണുന്ന മലയാണ് ശരിക്കും നമ്മൾ അങ്ങോട്ടാണെങ്കിൽ പോണതെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ആളെ കാണാൻ പറ്റും. ഇത്ര ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ വഴികൾ പോകുമ്പോൾ അടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റും. മല അടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇതുപോലുള്ള ബസ് ഞാൻ ഇത് ചെറിയൊരു ജീപ്പ് പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക തവേര അതിലാണുള്ളത്. തവേരയിൽ ഇവിടെ അധികം തവേരയാണ് കൂടുതൽ ഞാൻ കണ്ടത്. ബാക്കിയുള്ളത് ഇല്ലെന്നല്ല, പക്ഷേ തവേരയാണ് ഒരു മെജോറിറ്റി ഈ ഇങ്ങനത്തെ പർപ്പസിന് ഉപയോഗിക്കുന്നത്, ടാക്സി പർപ്പസിന് ഉപയോഗിക്കുന്നത്. എന്തായാലും എല്ലാം ജീപ്പ് തന്നെയാണ്. കാറുകൾ അത് ഉപയോഗിക്കുന്നില്ല. കാരണം മലയുള്ള ഏരിയ കാരണം എല്ലാം അങ്ങനെയുള്ള ജീപ്പ് മോഡലേ ഉപയോഗിക്കുകയുള്ളൂ. ആൾക്കാർക്ക് വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഏരിയയിലാണ് ഇതെല്ലാം. നല്ല രസമായിരുന്നു യാത്ര ചെയ്യാൻ. അത്യാവശ്യം തണുപ്പേ ഉള്ളൂ. വലിയ തണുപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഷർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് എനിക്ക് അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ സ്വെറ്റർ കടം വാങ്ങിച്ചിട്ടുണ്ട് ആ അവസ്ഥ വന്നു. ഒരു 500 കൊടുത്ത് എല്ലാം കിട്ടും. ഫുൾ സെറ്റിൽ നമുക്ക് ബൂട്ടടക്കം കിട്ടും. അവിടെ അതിൽ ബൂട്ടിലാണ് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതിൽ തെന്നി വീഴും. അപ്പം അത് ഇത്തിരി കാശ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ഈ വഴിയൊക്കെ ഞാൻ കണ്ടിടത്തോളം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട്. ശരിക്കും പണ്ടേ ഡെവലപ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഗവൺമെൻറ്റ്സ് അധികം മൈൻഡ് ചെയ്യാത്ത കാരണം തോന്നുന്നു അധികം ഡെവലപ്മെൻ്റ് ആയിരുന്നില്ല. പിന്നെ ഇവിടെ ടെറസ്റ്റ് ഏരിയയൊക്കെ ആണല്ലോ. ടെറസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ ടെററിസ്റ്റുകൾ കുറേ വരുന്ന സ്ഥലങ്ങളാണ് കാശ്മീർ ഏരിയയൊക്കെ. അപ്പോൾ അതിൻ്റെ കാരണമായിരിക്കാം ഡെവലപ്മെൻറ്റ് വളരെ ബാക്കിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ഈ ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഒരു മഞ്ഞുമല, പിന്നെ പോകുന്ന വഴിക്ക് യെല്ലോ കളറിലുള്ള ഒരു എന്താ പറയുക കടുകായിരിക്കാം മിക്കവാറും. അങ്ങനെ പലതും സാഫ്രോൺസ് ഇതെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ നമ്മുടെ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ. ജമ്മുവിനും ഭംഗിയുണ്ട്. ജമ്മുവിനേക്കാളും ശരിക്കും ഭംഗി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കാശ്മീർ തന്നെയാണ് ഫോർ വേരിയസ് റീസൺസ്. അപ്പോൾ നമ്മളിപ്പോൾ ടങ്മാർഗിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടങ്മാർഗ് എത്തിക്കഴിഞ്ഞിട്ട് ഇതാണ് ടങ്മാർഗ് എന്ന് പറയും. അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് അവിടെ വന്ന് പോകുന്നില്ല. ഇതുപോലെ തവേര തന്നെയാണ് പോണേ. 50 രൂപയ്ക്ക് എനിക്ക് അപ്പോൾ തന്നെ കിട്ടി. ഞാൻ അതിൽ കയറി അങ്ങോട്ട് പോയി. ഇനിയാണ് ശരിക്കും മഞ്ഞ് ശരിക്കും കാണാൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ റോഡിൽ മഞ്ഞ് കാണാൻ തുടങ്ങുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള ഏരിയയിലാണ്. അതൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം മഞ്ഞ് ഞാൻ ഹിമാചൽ പ്രദേശിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറേ കാലം കണ്ടിട്ട് ഇങ്ങനെ വഴിക്കൂടെ പോകുമ്പോൾ ഇപ്പോൾ ഇത് സാധാരണ വഴി തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ കാണാം ഇങ്ങനൊരു കാഴ്ചയുണ്ട്. എനിക്ക് മനസ്സിലായി, മഞ്ഞാന്ന് മനസ്സിലായി. കാണുമ്പോൾ രസം കുറച്ച് മഞ്ഞ്. ഇതൊക്കെ ശരിക്കും മഞ്ഞ് കൊടുക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ ചൂട് കൂടിയപ്പോൾ അത് ഉരുകി വെള്ളമായിട്ട് മാറുകയാണ് ഈ കാണുന്നത്. ആ ഒരു അവസ്ഥ കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കട്ടികൂടിയ സ്ഥലങ്ങൾ ഇപ്പോഴും മഞ്ഞുരുകാനുണ്ട്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചൊരു കൗതുകമാണ്. ഞാനിങ്ങനെ പകർത്തി പോയി. ബാക്കിയുള്ളവർക്ക് എന്നൊരു വിഷയമല്ല. അവരെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തൊരാൾ. അപ്പോൾ ഇവരൊക്കെ എന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം ഞാൻ യൂട്യൂബിൽ എടുക്കുന്നതെന്ന് അറിയാം. ഇതൊരു
ഭയങ്കര ഭംഗിയായ സംഭവം കാണാൻ. നമ്മൾ ഈ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നമ്മൾ ആ വഴികൂടെ പോകുമ്പോൾ. പിന്നെ നമ്മളൊരു കവിഹൃദയവും കുറച്ച് കല ആസ്വദിക്കുന്ന ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പൊങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളും പിന്നെ ഈ മലയും ഈ മഞ്ഞും എല്ലാം കാണുമ്പോൾ നൈനിറ്റാൽ വേറെ ഇത് വേറെ. ഇവിടെ ഒരു മഞ്ഞിങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഇത് ഇന്ത്യയിൽ പല പല നല്ല സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവ് തന്നെ. എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എവിടെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ പേരായിരിക്കും, ഇന്ത്യക്കാരായിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതാണ് ഗുണവും. ഇതിന് വിത്തിൻ 1 വീക്ക് ഈ മഞ്ഞൊക്കെ പോകുന്നതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഗുൽമർഗിൽ കുറച്ച് കാലം കൂടെ മഞ്ഞുണ്ടാവും. അതും കുറച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ അതും പിന്നെ മഞ്ഞിലുണ്ടാവും. പിന്നെ ഫുള്ള് വെജിറ്റേഷനായിട്ട് മാറുന്ന പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഗുൽമർഗിലേക്ക് എത്തിയിട്ടാണ്. അവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണിത്. ഇവിടെയൊക്കെ മഞ്ഞിലുണ്ടാവും. 1 മാസത്തിനുള്ള മഞ്ഞില്ലാണ്ടായിട്ട് ഇവിടെ ഫുള്ള് പച്ചപ്പ് വരുന്നതാണ്. പച്ചപ്പ് വന്നാൽ പിന്നെ ആൾക്കാരെ കൊണ്ട് കടത്തി വിടില്ലെന്ന് പറഞ്ഞത്. അതുവരെ ഉള്ള ആൾക്കാർക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഞാനോർത്ത് ഈ പാർക്കിംഗ് ഏരിയ കണ്ട് തിരിച്ചു വന്ന ഓർത്താണ്. പക്ഷേ എൻ്റെ ഒരു ഗൈഡ് എന്നെ വന്ന് പിടിച്ചു. പിന്നെ പുള്ളി പറഞ്ഞിട്ട് ഞാൻ കാണാൻ തന്നെ വെച്ചു. കൂടെ വന്ന അയാൾ തന്നെയാണ് എൻ്റെ ഗൈഡ്. എൻ്റെ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. അയാൾ ഗൈഡും ആയിരുന്നു. ഗൈഡാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഈ പുള്ളിയാണ്. ഈ പുള്ളി എന്നെ കൊണ്ട് അതിന് ഡ്രസ്സ് എടുപ്പിക്കാൻ കൊണ്ടുപോവാണ്. നമുക്ക് ചൂട് വരാൻ വേണ്ടിയിട്ട്. അതിനൊരു 500 കൊടുക്കണം. അതിൽ ഗംബൂട്ട് ഉൾപ്പെടെ. പിന്നെ ബാക്കി എല്ലാം കൂടിയിട്ട് സൈറ്റ് സീയിങ് ഗൈഡൊക്കെ കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് 3200 രൂപ. അതാണ് പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത്. ഇത് പോകുന്ന വഴിയാണ്. സൂക്ഷിച്ച് പോയാലേക്ക് തെന്നി വീഴും. ഇപ്പം ഇട്ടേക്കണ എൻ്റെ ചെരുപ്പ് വെച്ച് തെന്നി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗ്രിപ്പ് കുറവാണ്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി പയ്യെ മൂവ് ചെയ്യാനുള്ള സമയമായി. എനിക്കിവിടെ ഒരു ഗൈഡിനെ കിട്ടി. അപ്പോൾ ഇതിടാനുള്ള ഒരു വസ്ത്രം ഇവിടെ കിട്ടും. പിന്നെ ഒരു ഷൂസും കിട്ടി, ഗംബൂട്ടും കിട്ടി. എല്ലാം കൂടി ഒരു 3200 പറഞ്ഞത്. 3200 2 മണിക്കൂർ ഞാൻ അവിടെ സ്കീയിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. ശരിക്കും അവിടെ ജസ്റ്റ് കണ്ടിട്ട് പോകേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് പോകുമെന്ന് വെച്ചു. സോ എൻ്റെ ആക്ടിവിറ്റീസൊക്കെ പോയി തുടങ്ങിയാണ്. तीन उसके बाद गलब ग्राउंड, 4 गंडोला दिखाते हुए लास्ट में शिव टेम्पल और फिर इधर गाड़ी के पास ड्रॉप करना है. सब यूट्यूबर है, हम भी यूट्यूब में दिखेगा. सब लोग को ये बोलेगा गुलमर्ग आने के लिए अच्छे से घुमाना, वापस आके यहाँ पे ड्रॉप कर देना. ठीक है भाईजान? ठीक है. वापस आके इसको शूज वगैरह लेके सब कुछ मिला के 3200 रुपीज दे देना. उसको देना, इसको दे देना. ठीक है सर? ओके. वापस आके Thank you. और थोड़ा हंसते हुए, ऐसा मूड में नहीं लगता. हाँ, थैंक यू. हमारे ना मैं कुछ फियर में था इसलिए. हंसते हुए. ओके. थैंक यू. हाँ ये असल पर नजर जाए. ठीक है. और डोरी पकड़ो सर. और निजान लालस निशान. डोरी. ये डोरी. हाँ ये पकड़ो. और निजान लालस निशान अच्छे से. ओह ये तो बात है. हाँ आपका नाम करीम है? करीम भाई. हाँ मैं केरल से. केरल.
Sorry, sorry, sorry. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഉപജീവനമാർഗം കൂടിയാണ്. ഇവർ നമ്മളൊരു സ്കീം ബോർഡ് പോലത്തെ ഒരു സാധനമാണ്. ഇതിൽ ഇവർ വച്ച് ഇങ്ങനെ നമ്മളെ ഉന്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇവിടെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ പോയിട്ട് വരാൻ ഒരു 3500 രൂപ കൊടുക്കും. പക്ഷേ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഇത്ര ദൂരം വന്നിട്ട് ഇവർക്കും കുറച്ച് വരുമാനം കിട്ടുന്ന കാര്യമില്ല. നല്ലതല്ലേ? സോ ഇവിടെ നല്ലൊരു രസമുണ്ട്. വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നടക്കാനുള്ള ഗംബൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ट्राई कर लो आप, इसके तो मुझे वो टेंशन नहीं है। मैं आपको नहीं कहूँगा कि आप ले जाओ, क्योंकि ये जो सनलाइट है ना सर, ये सुनो से उठता है, आंखों में जाता है, फिर होता है आंखों को दर्द, सर में दर्द। नहीं बस अब हुआ है राइट। क्या नंबर के ऊपर आएगा? कितना? ये गल्फ कोर्स, ये पूरा जो है ना सर, पूरे ये एरिया गल्फ कोर्स। गल्फ कोर्स है। हाँ समर में यहाँ गल्फ खेलते हैं, हाँ समर में। हाँ। हाँ, ये यहाँ पे ब्रिटिश लोग बनाया था ना इधर। हाँ, हाँ, अरे वाह। ये गल्फ है, गल्फ कोर्स। गल्फ कोर्स है। ओके। अब आगे जाएंगे चर्च पे सर। चल എൻ്റെ ബാക്കി കാണുന്ന ഒരു ചർച്ചാണ്. भाई ये चर्च में अभी भी हर संडे में कुछ हो रहा है? संडे में नहीं, क्रिसमस पे। ആ ക്രിസ്മസിന് മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാ സമയങ്ങളിലൊന്നുമില്ല. ये चर्च में अभी क्रिसमस में कुछ हो जाएगा? हाँ, क्रिसमस पे, क्रिसमस ओनली क्रिसमस। हाँ ये अंग्रेज लोगों का है ना, हाँ, और अंग्रेज लोग का है। अंग्रेज लोगों का चर्च है। उस समय वो इधर आएगा, उस समय तो वो पता नहीं आएंगे या नहीं लेकिन आएंगे, चर्च खुला होगा। लेकिन चर्च खुला होगा। ओके, इधर से बाकी सब बताइए. इधर ये चर्च देखा, इसके बाद हम लोग उधर जाएंगे. आगे जाएंगे चर्च, आगे जाएगा. अब आगे जाएंगे सर। ओके, पूरा बर्फ खत्म हो रहा है. पानी बन चुका है। हाँ, ओ पानी बन चुका है. सही ये से. अब खत्म हो रहा है बर्फ। हाँ, हाँ, अप्रैल में तो पूरा खत्म हो जाएगा। यहाँ पे पूरा ग्रीन रहता है। ग्रीन रहता है. फिर टूरिस्ट लोग आते हैं ना, हाँ। घोड़े लेते हैं यहाँ से, हाँ तो ऊपर पहाड़ी पे जाते हैं बर्फ देखने के लिए। हाँ, ऐसा है. उसके बाद बर्फ का कब आएगा? असल में यहाँ पे दिसंबर में, अक्टूबर में शुरू होता है। अक्टूबर में? अक्टूबर में शुरू होता है। हाँ इस साल तो लेट पड़ी, हाँ। इस साल तो फरवरी में पड़ी, हाँ। 1 फरवरी से शुरू। हाँ हाँ बस. हमारा उतना काम नहीं रहा यहाँ पे हाँ, इस साल। मिल बांट के खाते हैं। वही अच्छा है.
सर जी जो ये ना क्या पिक्चर इसका नाम है, जब तक जब तक है जहाँ, शाहरुख खान वाली जिया जिया रे। हाँ जिया जिया रे, अनुष्का शर्मा से फेंकती है। हाँ वो पेड़ के नीचे शूटिंग हो रहा था। और दूसरा दिल क्या करे, अजय देवगन और काजोल, हाँ उसका टाइटल सॉन्ग जादू सा छाने लगा हाँ। पागल बनाने, हाँ वो भी इधर था। उस गाने का शूट भी यहाँ हुआ है, एक शॉट हुआ है। तो शूटिंग प्लेस है ये। शूटिंग प्लेस भी है। सही है। टूरिस्ट लोग आते हैं, ये टूरिस्ट लोग भी आते हैं हाँ और ये भी आते हैं, फिल्मी हाँ शूटिंग वाले सही भी सही आते सही। हैं। हाँ। आपका नाम बिल भी बोलिए इसके अंदर। करीम मेरा नाम। കരീം കരീം ഭായി കരീം ജി. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ബ്രിട്ടീഷുകാരുടെ ചർച്ചയാണ്. ഇത് ക്രിസ്മസ് മാത്രം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സമയത്ത് അടഞ്ഞിറക്കും. ഇത് ബ്രിട്ടീഷുകാർ ഒരു ഗോൾഫ് കോഴ്സാക്കി മാറ്റിയ സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. കരീം ഭായി ഇപ്പോൾ ഇത് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ഉപജീവനമാർഗം തന്നെയാണ്. പുള്ളി ഇപ്പോൾ എന്നോട് പറഞ്ഞതനുസരിച്ചിട്ട് പുള്ളിക്ക് ബാക്കി സമയത്തൊന്നും കാശൊന്നും കിട്ടാറില്ല. സോ ഇങ്ങനെ വരുമ്പോൾ ഇത്തിരി കാശ് നമ്മുടെ അടുത്ത് കൂടുതൽ ചോദിക്കും. അത് കൊടുക്കുന്നതിന് നമുക്കത് നഷ്ടമില്ല. ഒരാളുടെ ഉപജീവനമാർഗം കൂടിയാണല്ലോ. പിന്നെ ഇവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് വേണം കാശൊക്കെ ഉണ്ടാക്കാൻ. ഒക്ടോബർ തൊട്ട് ഇവിടെ മഞ്ഞുണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാക്കി ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ ആൾക്കാർ വരും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനമുള്ളൂ. ഇതൊരു ചർച്ചാണ്. ചർച്ച നമുക്കൊന്ന് കണ്ടുപോകാം. बंद है सर. दिसंबर में ही खुलेगा. हाँ आया नहीं है. हाँ हाँ ये तो हाइट पे है ना, हाँ यहाँ पे पानी जमा नहीं होगा, हाँ पानी इसका निकल जाता है, पानी निकल जाता है, नीचे जाता है, यहाँ पे हाँ खड्डा होता है, हाँ. यहाँ पे जमा हो जाता है पानी, ऐसा ऐसा है. यहाँ पे जमा नहीं होगा. हाँ निकल रहा है अभी, तो अप्रैल में तो पूरा खत्म हो जाएगा, हाँ तो पूरा ग्रीन रहता है, हाँ अंदर आने का अलाउड नहीं है. हाँ ऐसा है. ग्रीन आए तो अंदर आने का नहीं करेगा. फिर हाँ टूरिस्ट लोग आते हैं ना, हाँ. वो घोड़े के, उसके नीचे लोहा लगा हुआ है, लो है ट्रेन कर देता है. लेकिन फिर भी ट्रेन कर दे तो. हाँ लोहा सिटी है ना, वो इसलिए वो साइड. बैठो सर, राइड में जाए. फर्स्ट हम आपको यहाँ पे वेलकम करते हैं आने के लिए. ये जो जगह पे आप आए हैं ना, स्कीइंग लिफ्ट इसका नाम है यहाँ पे. हाँ. वो जो ऊपर में वो लिफ्ट वगैरह चल रहे हैं, हाँ सही. सब लोग यहाँ पे स्कीइंग कर रहे हैं. हाँ ठीक है ना. हाँ अब यहाँ पे देखो कितना कस्टमर स्कीइंग वगैरह कर रहे हैं. हाँ. आपका नाम क्या है? तारिक भाई, हाँ ओके. अभी सर आप भी बोला अपना शूज साइज लगा, यहाँ पे स्कीइंग करो, स्कीइंग का एंजॉय, हाँ जिसमें आपका वीडियो फोटोग्राफी बढ़िया बनेगा. बाकी जो आपने ये गाड़ी हायर की है, ये एक ट्रांसपोर्ट है, ये आपको हर स्पॉट्स पर लेके जाएगा. बाकी ज़्यादा टाइम आपको इसी जगह पे स्पेंड करना है. जो मेन एक्टिविटीज यहाँ पे स्कीइंग, फिर आपको ये आगे लेके जाएगा. ओके ओके. वो क्या? सिखाते हैं ना, हाँ स्केटिंग सिखाते हैं. वो जो है ना वो डंडी हाँ ऊपर से जो स्केटिंग ओ वो पकड़ कर आएगा. नहीं वो स्केटिंग में आएगा ना, हाँ. करके हाँ यहाँ से जाता है, वो डंडी पकड़ के ऊपर ले जाता है, हाँ उसके बाद स्केटिंग में आएगा. फिर स्केटिंग में आएगा. हाँ. ऐसे लाइन में लग जाते हैं, हाँ हाँ ऊपर सही जाते सही. हैं, फिर स्केटिंग में. अभी मालूम हो गया. हाँ लेकिन ये हर दिन करे तो ही एक्सपीरियंस होगा. वॉक करके जाएंगे या स्लीज गाड़ी पे, वहीं से चल सकते हैं. बाकी किधर भी नहीं जा सकता. साइड से हाँ नहीं, फिर बस जाते हैं. हाँ. फिर ये- और शीशे के जैसा जनवरी फरवरी में हाँ, उस समय हम लोग पैदल नहीं जा सकता. नहीं जा सकते. अभी हॉट हो गया जा सकता है. अभी नरम है ना, लेकिन चलने में थकावट हो जाती है. फिर तो टाइम लगे, फिर हमें वॉक करके जाना है बहुत.
वो गंडोला उसके ऊपर है। नहीं, जो गंडोला है ना ट्रीज लाइन के अंदर लगा हाँ, हुआ है। अंदर ऊपर है। और जो जहाँ पे ट्रीज लाइन खत्म हो जाते हैं ना, हाँ, उधर से गंडोला शुरू वो होता नहीं 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 हाँ। नहीं, नीचे से गंडोला है हाँ। वहाँ पे, है। वो उधर तक जाएगा। हाँ, उधर तक जाएगा। जो जहाँ पे ट्रीज लाइन खत्म हो जाती है उधर ना तक। सर, हाँ वहाँ फर्स्ट फेज है। हाँ, ओ जो पहाड़ी के ऊपर है ना, हाँ, वो पोल हाँ। लगे हुए हैं, हाँ, वो हाँ। सेकंड फेज ओ वो पोल। हाँ, वो सेकंड। पहला वाला फर्स्ट फेज, मालूम। दूसरा वाला सेकंड फेज। पहाड़ी के टॉप पे टॉप में। वो सेकंड फेज है सर। हाँ, सही सही मालूम। बोलते हैं इसको हेलीपैड। हाँ हेलीपैड। यहाँ पे जो हेलीकॉप्टर है, हाँ टूरिस्ट लोगों को ले जाता है पहाड़ी पे उधर साइड सीन के लिए, हाँ, ऊपर में। ऊपर में। इतना कितना में 8,000 ऐसा कुछ, उन्हीं को पता होगा। ऐसा मैं सुना है। वो बोला था 8,000 ऐसा कुछ जाएगा, 8,500। इतना मुझे पता नहीं, लेकिन उनसे पूछ भी लेंगे। हाँ ठीक है ना सर? ऐसा। ATV। हाँ ये साइड सीन के लिए ले जाते हैं। मिलजुल के काम करते हैं। मिर्जल के। हाँ, अच्छा उधर आया। गंडोला। To gondola. अच्छा अच्छा, ओके। ഇതാണ് ഇവിടുത്തെ ഗണ്ടോല. ഗണ്ടോലയിൽ ഇപ്പോൾ നിൽക്കുന്ന ക്യൂ ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത്. നല്ല ക്യൂ ആണ്, വൈകുന്നേരം വരെ ക്യൂ ഉണ്ടെന്ന് കേട്ടോ. ക്യൂ നിൽക്കുന്ന എല്ലാവർക്കും കയറാൻ പറ്റും, അവർ ഓൺലൈൻ ബുക്ക് ചെയ്താണ് വരുന്നത്. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ രസം പോയി. ക്യൂ നിന്നിട്ടുള്ള പരിപാടിക്ക് ഞാൻ എന്തായാലും ഇല്ല, പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനും ഓൺലൈനിലേക്ക് വേണമെന്നില്ല. ഇതിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് ഉണ്ട്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ. സെക്കൻഡ് ലെവലിൽ ഇത് എൻഡ് ചെയ്യാണ്. അധികം ദൂരമൊന്നുമില്ല, പോയിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഇതാണ് ഈ സ്ഥലം. करंट के लिए नहीं तो हॉट वाटर के लिए। वो है होटल हिल्टन। हाँ हाँ, वो होटल हिल्टन है। हिलटॉप। ये आइस हॉकी रिंग, वो चौक वाला जूता जो पहनते ना, आइस स्केटिंग। आइस स्केटिंग एंड हॉकी। वो सर ये आज तो पानी में आज जम चुका। हाँ
സോ ഞാനിവിടെ ഒരുമാതിരി എല്ലാം കണ്ടു കഴിഞ്ഞു. ഐസിലൂടെ കുറേ നേരം നടക്കാൻ കുറച്ച് പാടുണ്ട്, എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ബൂട്ടൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ സാധാരണ ചപ്പലിട്ട് നടന്നാൽ തെന്നി വീഴും. 2 പ്രാവശ്യം തെന്നി വീഴാൻ പോയതാണ്. ഇതാണ് ശരിക്കും ഐസുമല. നമ്മുടെ കേരളത്തിൽ കാണാൻ, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റും. സ്കേറ്റിംഗ് നടത്താൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് നടത്തിയില്ല. ഇതിക്കടെ എന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. പക്ഷേ ആ എക്സ്പെൻസ് കുഴപ്പമില്ലെന്ന് വെച്ചേക്കാം. കാരണം ലൈഫിൽ വല്ലപ്പോഴും മാത്രം വരുന്ന സംഭവമായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇന്ത്യ എന്ന് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ആൾക്കാരെയൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും നന്നായിട്ട് ആസ്വദിച്ചു. സോ ഇന്നിവിടെ കാണാനെല്ലാം കണ്ടു കഴിഞ്ഞു. ജമ്മുവിൽ നിന്ന് കാശ്മീരിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടു. ഐസ് മലയിൽ കയറി ഐസ് ഇങ്ങനെയൊന്ന് മനസ്സിലായി. പിന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ കണ്ടു. ഇവിടെ ഒരു ടെമ്പിളാണ് ലാസ്റ്റ് കാണാൻ പോകുന്നത്. ടെമ്പിൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ऐसा है, पहला पॉइंट हो गया गोल्फ कोर्स, ഗൾഫ് കോഴ്സ്, दूसरा हो गया चर्च, तीसरा हो गया स्केटिंग സ്കേറ്റിംഗ് പോയിന്റ്, चौथा हो गया हेलीपैड, पांचवा हो गया गंडोला। ഗോണ്ടോല. സही. अब लास्ट में मंदिर, शिव का मंदिर है ना? शिव मंदिर। ഓക്കെ. ഈ വലിച്ചുകൊണ്ട് പോകുന്നത് ഉള്ള സ്ഥലം ഒരു പ്രത്യേക ഒരു വഴി തന്നെയാണ്. ഈ വഴികൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ, വേറെ വഴികളൊന്നും ഇത് പോവില്ല. കാരണം ഇങ്ങനെ പോയി ഇത് ഉറച്ചതാണ്. ഇതിവിടെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇവർ മാറാൻ പറയും. കാരണം ഇവർക്ക് കുറച്ചുകൂടി ഈസ് ഓഫ് മൂവ്മെൻറ്റ് ഇതാണ് ഏറ്റവും നല്ലത്. ഹോളി ആയിരുന്നു കുറേ പേര് എൻ്റെ മേത്തേക്ക് അവർ മഞ്ഞ് വലിച്ചെറിഞ്ഞു. ഹാപ്പി ഹോളി എന്ന് പറഞ്ഞ് മഞ്ഞ് വലിച്ചെറിഞ്ഞു. എന്തും ചെയ്യാമല്ലോ. അത് കാരണം ഇപ്പോൾ മഞ്ഞായി എൻ്റെ അടുത്ത്. ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ这样不要，再直着开吧，直着，这样。我别解开了。കരിമ്പാടെ കൂടെ ചെറിയൊരു വീഡിയോ. आपकी कसम मूवीज का जय जय शिव शंकर कांटा लगे ना ओ, पूरा। काला तेरा नाम का प्यार, हाँ पूरा है. और एक फूल दो माली, उसका एक सीन हुआ यहाँ पे। हाँ राजेश खन्ना का मूवी है ना, जय जय शिवशंकर. वो आपकी कसम हाँ उस गाने का शूट हुआ जय जय शिव शंकर कांटा लगे इधर, ना इधर, का इधर। खरीद रहे हो। और एक फूल दो माली, हाँ. उसका एक शॉट हुआ यहाँ पे इस मंदिर पे। तो बहुत शूटिंग हो रही है. बहुत